ഹായ്, നമുക്കൊരു മത്തിപ്പുളി വയ്ക്കാം. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് വേഗം തന്നെ പറയുവാ ഞാൻ. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണയിൽ കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ കുറച്ചിങ്ങനെ ചൂടായി ജിട്ടക്കടക്ക പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളത് അതിനകത്തിട്ട് കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളക് ഒരു പച്ചമുളകും ചുമന്നുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ചിക്കി കൊടുക്കണം. ചിക്കി കൊടുത്ത് കുറച്ച് ഒരു പരുവാവുന്നത് വരെ ചിക്കണം. ഒന്ന് കുറച്ച് വലുതായിട്ട് മൂക്കൊന്നും വേണ്ട, കുറച്ച് മാത്രം. ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തായിട്ട് നമ്മൾക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കുറച്ചിങ്ങനെ മൂത്ത് വന്നു വേണ്ട ഈ പരുവായിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി സമയം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതൊന്ന് റെഡിയായി വരണ്ടേ. അങ്ങനെ ഒരുപാട് കരിയരുത്, മൂക്കരുത്. തീ കുറച്ച് വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെയായി വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾക്ക് പൊടികളൊക്കെ ചേർക്കാൻ തുടങ്ങണം. അടിപൊളി രസമാണ് ഇത് ഈ കറി കൂട്ടാനായിട്ട്. സൂപ്പറാണ്, കൂട്ടി നോക്കണം. ഫസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടും. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് അതും ഒന്ന് എണ്ണയിൽ വീണ്ടും ഇളക്കി കൊടുക്കും. ഞാൻ ഈ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം, എങ്കിലേ അതിൻ്റെ രുചി ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു പൊടിച്ച ഉലുവയുണ്ടല്ലോ, ആദ്യം നമ്മൾ അല്ലാത്ത ഉലുവ ഇട്ടു, പച്ച ഉലുവ ഇട്ടു, എണ്ണയിൽ വറുത്തു. ഇപ്പോൾ നമ്മൾ പൊടിച്ച ഉലുവ ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടിക്ക് മാത്രം കേട്ടോ. അതിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. 2 സ്പൂൺ. സാധാരണ എല്ലാവരും മല്ലിപ്പൊടി അങ്ങനെ പുളിക്കറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല. പക്ഷേ എങ്കിൽ മല്ലിപ്പൊടി ഇടണം, അടിപൊളി ടേസ്റ്റാണ്. മല്ലിപ്പൊടിക്ക് ഒരു ഇച്ചിരി പച്ച ചുവർപ്പുണ്ടല്ലോ, അതൊന്ന് മാറണം ആ എണ്ണയിൽ കിടന്നിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ഇടണം. 2-2.5 സ്പൂണിന് വേണ്ടിയിട്ട് മല്ലി എടുത്ത് അതേ സ്പൂണിൽ തന്നെ 2.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് അതും വറവണം. ഇങ്ങനെ വറുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് ആ പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കറിക്ക് നല്ല കുറുവൽ കിട്ടും. വടക്കം പുളിയൊക്കെ ഇട്ടാൽ പിന്നെ അത്ര ഒരു കുറുവൽ വരത്തില്ല, നല്ലൊരു ടേസ്റ്റും വരത്തില്ല. അത് വേറൊരു കറിയാണ് വടക്കം പുളി ഇടുന്നത്. ഇതാകുമ്പോൾ ഈ പുളി വെള്ളം തന്നെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് ഇങ്ങനെ പുളിവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കണം. അന്നേരം നല്ല കുറുകി കിട്ടും കറി. അത്രയും കുറുവൽ നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യണം. ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പിടണം. മറന്നുപോയി, ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കുക കുറച്ച് സമയം. അപ്പോഴത്തേക്ക് ഇത് നല്ല ഭംഗിയായിട്ട് തിളച്ച് റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ, അപ്പോഴത്തേക്ക് അടച്ച് വെച്ചിട്ട് പിന്നെ മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ഈ വെട്ടി കഴുകി വെച്ചേക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കണം. നല്ല തിളയ്ക്കണം കേട്ടോ, എന്നിട്ടേ ഇടാവൂ, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മീൻ പറക്കിയിട്ടു വെച്ചു. എന്നിട്ട് നമ്മൾ കണക്ക് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കറി ഇങ്ങനെ തിളച്ച് തൻ്റെ പറ്റി കറി റെഡിയായി. കണ്ടോ, നല്ല അധികം കുറുവലും ഇല്ലാത്ത നല്ല അടിപൊളി കറിയാണ്.